ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫാമിലി. അപ്പോൾ രാവിലെ നല്ല മഴയും കാറ്റും മഴയെല്ലാം വരികയാണ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലായിടത്തും മഴയൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഇവിടെയൊക്കെ ഭയങ്കര മഴയാണ് കേട്ടോ. രാവിലെ തന്നെ ഉള്ളൊരു കാഴ്ചയാണിത്. നല്ല കാറ്റൊക്കെയാണ് കേട്ടോ. അപ്പം നമുക്കിന്ന് നല്ല മഴയത്ത് നല്ലൊരു സാധനം ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇതാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത്. ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പം നമ്മളിതാ ചെമ്മീനൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി നല്ലോണം സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളിയും തക്കാളിയും പിന്നെ കറിവേപ്പിലയാണ്. പിന്നെ ഇത് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിരിക്കുന്നതാണ്. നമ്മളൊരു 3 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായതുകൊണ്ട് 2 തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിയൊക്കെ പെട്ടെന്ന് വാടി കിട്ടും കേട്ടോ. അപ്പം നല്ലോണം ഇളക്കി നല്ലോണം ഒന്ന് വാടുന്ന വരെ ഇളക്കി കൊടുക്കുക. ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരുന്നത് വരെ വാടിക്കും. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലോണം വഴന്നു വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അടിയിൽ പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഈ പാത്രം എടുത്തതുകൊണ്ട് പെട്ടെന്ന് അടിയിൽ പിടിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് റെഡിയാക്കിയെടുക്കുക. ഇഞ്ചിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ വഴറ്റും. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. തീ കുറച്ച് വെച്ചതിന് ശേഷം ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1.5 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂണ് മല്ലിപ്പൊടി, ഇനി നമുക്ക് 1.5 സ്പൂണ് മീറ്റ് മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പൊടികളെല്ലാം കൂടി ഉള്ളിയായിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് യോജിപ്പിക്കുക. ഇനി മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക.
അപ്പോൾ നമ്മളിതാ കൊഞ്ചൻ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ചനും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചെമ്മീൻ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. എല്ലാ ഭാഗത്തും മസാല എത്തുന്ന വിധത്തിൽ ഇളക്കിയെടുക്കുക. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമ്മൾ വെള്ളം ഒഴിച്ചുകൊണ്ട് കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് കുറച്ച് കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഇനി നമുക്കിത് തുറന്ന് വെച്ചിട്ട് നല്ലോണം വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. കുറച്ചുകൂടി വെള്ളമുണ്ട്, അതും കൂടി നമുക്ക് വറ്റിച്ചെടുക്കണം. ഈ ഒരു സമയത്ത് കുറച്ച് കുരുമുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഒന്നും കൂടി നല്ലോണം ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ഒരു കുരുമുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.